ഹലോ, വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. നമുക്ക് വീട്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല മലബാർ സ്പെഷ്യൽ ഉന്നക്കായുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് മിക്സർ ഗ്രൈൻഡറിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ ഇതൊന്ന് നല്ലൊരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ പഴം കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ റവ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉന്നക്കായുടെ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിക്കണ്ണാണ്. അതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഴം അടിച്ച് വെച്ചതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം ഓൾറെഡി നല്ല മധുരമുള്ള പഴമായിരുന്നു. നമ്മൾ ഇനി തേങ്ങയിലോട്ടാണ് കേട്ടോ, ഈ ഒരു മിക്സിലോട്ടാണ് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് പഴത്തിൻ്റെ മിക്സ് എടുക്കുക. ഒരു ചെറിയൊരു ബോൾ സൈസിൽ എടുക്കുക. എന്നിട്ട് കയ്യിലിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് സെൻറ്ററിൽ കുറച്ചൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ ഉന്നക്കായ ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉന്നക്കായും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഉന്നക്കായ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തന്നെ ചൂടാക്കുക. എന്നിട്ട് നമ്മുടെ ഉന്നക്കായ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പീസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.